നവകേരള സദസ് പാറശാല മണ്ഡലത്തിലെ സമാപനത്തിൽ ഒഴുകിയെത്തിയത് പതിനായിരങ്ങളാണ്. കാരക്കോടം CSI മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട് ജനസാഗരമായി മാറി. BJPയുടെ കേരള വിരുദ്ധതയ്ക്കൊപ്പം UDFും ചേർന്നുവെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. നവകേരള സദസ്സിന്റെ തലസ്ഥാന ജില്ലയിലെ പര്യടനം അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലെയും ജനപങ്കാളിത്തം വർദ്ധിക്കുകയാണ്. കേരളത്തിലെ അതിർത്തി മണ്ഡലമായ പാറശാലയിൽ നവകേരള സദസ്സിനെ സ്വീകരിക്കാൻ കാത്തുനിന്നത് പതിനായിരങ്ങളാണ്. കാരക്കോണം CSI മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞു. പുറത്ത് തിങ്ങിക്കൂടിയ ജനങ്ങൾക്കിടയിലേക്ക് കേരളത്തിന്റെ സമ്പൂർണ്ണ ക്യാബിനറ്റ് വന്നിറങ്ങി. ആരവത്തോടെ കാണികൾ. പിണറായി വിജയൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ വലിയ തോതിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ കരുത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ്. ആ ജനങ്ങൾ കൂട്ടമായി ഒരു ഭേദചിന്തയുമില്ലാതെയാണ് ഇതിൻ്റെ ഭാഗമായി അണിനിരന്നിട്ടുള്ളത്. ആ ജനങ്ങൾ തന്നെയാണ് ഇതിൻ്റെ കരുത്ത് എന്താണ് ഞങ്ങൾ കാണുന്നത്. ഒരു പ്രകോപനത്തിലും വശംവദരാകാതെ തന്നെയാണ് ജനങ്ങൾ ഇതിൻ്റെ ഭാഗമാകുന്നത്. അതുതന്നെയാണ് തുറന്നും ഉണ്ടാകേണ്ടത്. നമുക്ക് നമ്മുടെ നാടിനാവശ്യമായ പുരോഗതി ഉണ്ടാവണം. കാരക്കോണം മെഡിക്കൽ കോളേജിൽ നടന്ന പരിപാടിയിൽ CK ഹരീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ K രാജൻ, സജി ചെറിയാൻ, ആന്റണി രാജു എന്നിവർ സംസാരിച്ചു. മണ്ഡലത്തിലെ ജനങ്ങളിൽ നിന്ന് നിവേദനങ്ങൾ സ്വീകരിക്കാൻ സ്ഥാപിച്ച കൗണ്ടറുകൾ വഴി ആകെ 5662 നിവേദനങ്ങളാണ് ലഭിച്ചത്. പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം മന്ത്രിമാർ ചേർന്ന് നിർവഹിച്ചു. തിരുവനന്തപുരം സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥിയായ അനുരാജൻ വരച്ച ഛായാചിത്രവും ബോട്ടിൽ ആർട്ട് രംഗത്ത് കഴിവ് തെളിയിച്ച വിദ്യാർത്ഥിനി അക്ഷയ വരച്ച ബോട്ടിൽ ആർട്ടും മുഖ്യമന്ത്രിക്ക് ചടങ്ങിൽ കൈമാറി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.